എല്ലാവർക്കും എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റില്ലി. ഞാൻ നവംബറിൽ 2023 ക്യാപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഓസ്ട്രേലിയൻ ഫാർമസി ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള ക്യാപ്സ്, ഇന്ത്യൻ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്ത്യൻ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം എല്ലാം പഠിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ മാർച്ച് ക്യാപ്സ് എക്സാമിന്റെ റിസൾട്ടിൽ 121 സ്റ്റുഡൻസ് ക്യാപ്സ് എക്സാം പാസ് ഔട്ട് ആയി എലൈറ്റ് എക്സ്പെർട്ടൈസിൽ നിന്ന്. നമ്മുടെ കൂടെയുള്ളത് ആരതി ജോളിയാണ്. ആരതി ജോളി കഴിഞ്ഞ മാർച്ച് ബാച്ചിൽ ക്യാപ്സ് എക്സാം പാസ് ഔട്ട് ആയ കാൻഡിഡേറ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ് ആരതി. താങ്ക് യു. ആരതിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്ന് പറയാമോ? എവിടെയാ പഠിച്ചത്, എവിടെയാ ഗ്രാജുവേഷൻ ഫിനിഷ് ചെയ്തതെന്നൊക്കെയാണ്? ഓക്കെ, ഞാൻ 2015 പാസ് ഔട്ട് ബാച്ച് ബിഫാം പാസ് ഔട്ട് ആണ്. നിർമ്മല കോളേജ് ഓഫ് ഫാർമസി മൂവാറ്റുപുഴ പാസ് ഔട്ട്. ദെൻ ഞാനൊരു 3.5 വർഷത്തോളം ലിസി ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എംഫാം ചെയ്യാന്നൊരു തോന്നി. എംഫാം ചെയ്തു. അത് സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ചാലക്കുടി ആയിരുന്നു. 2019-21 പാസ് ഔട്ട് ബാച്ച് ആണ്. അപ്പോ 21 കഴിഞ്ഞിട്ട് പാസ് ഔട്ട് ആയി. ഇൻ ബിറ്റ്വീൻ ഞാൻ ക്യാരി ചെയ്തു. ഡെലിവറി എല്ലാം ഇൻ ബിറ്റ്വീൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം കുഞ്ഞായി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു റിസർച്ച് ക്ലിനിക്കൽ ട്രയൽസിന്റെ ഒരു കമ്പനിയിൽ റിസർച്ച് വർക്കൊക്കെ ആയിട്ട് കയറി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സെന്റ് ജെയിംസ് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ലെക്ചർ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയിൽ പോസ്റ്റായി. സോ അപ്പൊ ഞാൻ അവിടെ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു കഴിഞ്ഞൊരു 1.5 വർഷത്തോളമായിട്ട്. അപ്പോൾ കുറച്ചധികം നാളായിട്ട് എനിക്ക് പുറത്തേക്ക് നോക്കാം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ക്യാപ്സ് ചൂസ് ചെയ്യുന്നത്. ഒരു ഒക്ടോബർ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതാണ്. ബട്ട് മാർച്ചില് എക്സാം എഴുതാൻ കാര്യം ലാസ്റ്റ് ഡേറ്റ് എടുത്തു, എക്സാം ചെയ്തു, പാസ്സായി. വളരെ സന്തോഷം. എന്തുകൊണ്ടാ ക്യാപ്സ് ചൂസ് ചെയ്തത്? ക്യാപ്സ് ഓസ്ട്രേലിയ ബെറ്റർ. നമുക്ക് മൈ സിസ്റ്റർ ഇൻ ലോ അവിടെ ഉണ്ട് ഓൾറെഡി. അവിടെയുള്ള സിറ്റിസൺ ആണ്. പക്ഷെ എന്നാലും സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ പ്രൊസീജിയറും നമുക്ക് കവർ ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് ക്യാപ്സ് എഴുതാന്ന് വിചാരിച്ചു. എത്ര മന്ത്സ് പ്രിപ്പയർ ചെയ്തു ക്യാപ്സ് എക്സാമിന് വേണ്ടിയിട്ട്? ആക്ച്വലി ഞാൻ എലൈറ്റിൽ ജോയിൻ ചെയ്യുന്ന ഒക്ടോബറിലാണ്. പക്ഷെ ഒക്ടോബറിൽ ജോയിൻ ചെയ്ത് വന്നാലും എനിക്ക് മീൻസ് ജോലിയുടെ ഒപ്പം ഇത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി ഡിസംബറിൽ ഞങ്ങൾക്ക് ഒരു 10 days ലീവ് വന്നു. അപ്പോൾ മുതലാണ് ഞാൻ മീൻസ് ഫോക്കസ് ചെയ്ത് നോക്കി തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പിറകിലായി തുടങ്ങി. പക്ഷെ ഒരു ലാസ്റ്റ് ഒരു 3 weeks ലീവ് എടുത്തിരുന്നു. ആ ഒരു ലീവ് എടുത്ത സമയത്തിന് മുൻപ് തന്നെ ഓൾമോസ്റ്റ് ലെക്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ 3 ആഴ്ചത്തെ സമയത്ത് നന്നായി വർക്ക് ചെയ്തു. ആ 3 ആഴ്ചയിൽ 2 ആഴ്ച വളരെ ക്രൂഷ്യൽ പീരീഡ് ആയിരുന്നു. കാരണം ഫുൾ റിവിഷൻ ക്ലാസ് ആയിരുന്നു. അതാണ് ഫുൾ ഹെൽപ്പ് ചെയ്തത്. ആക്ച്വലി അങ്ങനെ പറയുവാണെങ്കിൽ ഒരു 2.5 മാസം പ്രിപ്പറേഷന് വേണ്ടി എടുത്തിട്ടുള്ളൂ. അതാ മിക്കവരും എലൈറ്റിലുള്ള മിക്കവരും ഓൾമോസ്റ്റ് 2.5 മാസം അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 1 month ആണ് ശരിക്കും പഠിക്കുന്നവർ. കാരണം മിക്കവരും ഓൺലൈൻ കോച്ചിങ് ആയതുകൊണ്ട് ജോലിയിലായിരിക്കും മിക്കവരും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പയ്യെ ആയിരിക്കും അവർ പഠിച്ച് ശരിക്കും തുടങ്ങുന്നത്. ലാസ്റ്റ് 1 മാസമാണ് എല്ലാവരും ശരിക്കും പഠിക്കുന്നത്. ശരിക്കും ലാസ്റ്റത്തെ ഒരു മാസം ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. മാമും സാറും എല്ലാവരും. അതെ, മിക്ക വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും അക്കാഡമിയിലും ഒക്കെ ഒരു 6 months അല്ലെങ്കിൽ ഒരു 5 months കോച്ചിങ് ആണ് പോകുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് 3 months പറയണമെങ്കിൽ പോലും നമ്മുടെ സ്റ്റുഡൻസ് പകുതിയും 3 months കംപ്ലീറ്റ് ചെയ്യണില്ല. എല്ലാവരും ലാസ്റ്റ് 1 month അല്ലെങ്കിൽ ഒരു 2 months മുമ്പാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിപ്പറേഷൻ. പിന്നെ ആരതിയുടെ ഒരു സ്ട്രാറ്റജി എന്താണ് ക്യാപ്സ് പ്രിപ്പറേഷന്റെ? ക്യാപ്സ് എങ്ങനെയും പാസ്സാവണം എന്നായിരുന്നു സംഭവം. നമ്മൾ ഒക്ടോബറിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കോച്ചിങ് സെന്റേഴ്സ് കുറെ തപ്പിയായിരുന്നു. കണ്ട ഒരു കാര്യം എല്ലായിടത്തും നല്ല ഫീസാ. അന്നേരം കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് വേണം. എന്നാലും എനിക്കൊരു സപ്പോർട്ട് ഇല്ലാണ്ട് സെൽഫ് ആദ്യമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വിത്തിൻ 1 month തന്നെ സെൽഫിന്റെ കാര്യം ഞാൻ വിട്ടു. കാരണം സെൽഫ് ചെയ്യാൻ വർക്ക് എനിക്ക് വിടാൻ പറ്റത്തില്ല, ജോലി കളയാനും പറ്റത്തില്ല, എന്നാ എനിക്ക് പാസ് ആവാൻ വേണം. അപ്പൊ എനിക്ക് സപ്പോർട്ട് ഒരെണ്ണം വേണം തന്നെ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ഞാൻ തന്നെ കണ്ടത് എലൈറ്റ് എക്സ്പെർട്ടൈസ്. ഞാൻ സൈറ്റ് എടുത്ത് നോക്കി. സൈറ്റിൽ കണ്ട ഒരു ബാക്കി ഉള്ളിടത്ത് കാണാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എത്രയാണ് 3 months എത്രയാണ് സമയം നമുക്കുള്ളത്,
എത്രയാണ് നമ്മുടെ ഫീസ്, കറക്റ്റ് കാര്യം കോച്ചിങ് ഫീസ് എത്രയെന്ന് കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. വേറൊരു സൈറ്റിലും അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പൊ ഫുൾ ക്ലിയർ കട്ടാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ വന്നു. എന്നെ ഐറിസ് ആണ് വിളിച്ചത്. ഐറിസ് വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പം ഐറിസിന് നമുക്കറിയാം. അപ്പോൾ ഓക്കെ ചെയ്യാം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാന്നുള്ള ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷെ നല്ല ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ബിഫാം പഠിച്ചിരുന്ന സമയത്തും ഈവൻ എംഫാം പഠിച്ചിരുന്ന സമയത്തും ഞാൻ ഇത്ര ഫോക്കസ് ആയിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ പലതും ഇപ്പോഴാണ് ഞാൻ ക്ലിയർ ആയതെന്നപ്പുറം നമുക്കൊരു ഫസ്റ്റ് ക്ലാസ് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങി. ക്യാപ്സ് എന്ന് പറഞ്ഞൊരു വലിയ ടാസ്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റും കുറച്ച് ഹാർഡ് വർക്ക് വേണം. ഒരു ടീം വർക്ക് ആയിരുന്നു ശരിക്കും. ഓരോ എന്റെ ബാച്ചിലുള്ള അല്ലെങ്കിൽ പാസ് ഔട്ട് ആയ എല്ലാവരുടെയും ഞാൻ വിചാരിക്കുന്നു റിസൾട്ടിന് കാരണം ഒരു ടീം വർക്കാണ്. സാറിന്റെ, മാമിന്റെ, ബാച്ച്മേറ്റ്സിന്റെ, അവരവരുടെ ഫാമിലിയുടെ, പിന്നെ കാൻഡിഡേറ്റിന്റെ അങ്ങനെ ടീം വർക്കിന്റെ തലത്തിലാണ് പാസ്സായത്. എല്ലാവരും നമ്മളെ ഹെൽപ്പ് സ്ട്രാറ്റജി എന്ന് പറയും. അതെ അതെ അതെ, ഒരു പെട്ടെന്നൊരു ഫാമിലി പോലെ ആവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഈവൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ചെറുതായിട്ട് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് വളരെ സ്മൂത്ത് ആയിട്ടാ പോയത്. ഇപ്പോഴും അത് കാരണം ആ ബാച്ച്മേറ്റ്സിൽ 1-2 പേരിൽ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അത് വളരെ സന്തോഷമാണ്. പിന്നെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്ട്രാറ്റജി, എനിക്ക് കുറച്ച് സെൽഫ് നോട്ട് ഉണ്ടാക്കിയാലാണ് എന്തും പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ മാമിന്റെ സാറിന്റെ ക്ലാസ് കുറച്ച് ലൈവ് അങ്ങനെ കേൾക്കാൻ പറ്റിയിട്ടില്ല. ലൈവ് കേട്ടിട്ടുണ്ട്, ഓൺലി ദാറ്റ് റിവിഷൻ ക്ലാസ്സസ് മാത്രം. അതെല്ലാം ലൈവായിരുന്നു. ബാക്കിയൊന്നുമില്ല, ഞാൻ ലൈവ് കേട്ടിട്ടില്ല, എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ സെൽഫായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യും. എന്റെ അടുത്തൊരു ബണ്ടിൽ നോട്ട് ഉണ്ട്, ഞാൻ സെൽഫ് ലെക്ചർ കേട്ട് പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്സ് ചെയ്തു. മോക്സ് ഞാൻ കുറച്ച് ഡിലേ ഇട്ടു. എനിക്ക് അത് അത്രത്തോളം അത് എന്താ പറയാ തോന്നിയില്ല അന്നേരം. പക്ഷെ ലാസ്റ്റ് ആയിട്ട് തോന്നി കുറച്ച് മുന്നേ ചെയ്തു തുടങ്ങായിരുന്നു. അങ്ങനെ സെൽഫ് നോട്ടും മോക്സും. പക്ഷെ പിന്നീട് ഞാൻ മോക്സ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പിന്നെ ഒരു ലാസ്റ്റ് 3 ആഴ്ചത്തെ ലീവ് എടുത്തു ഫുൾ ടൈം ഇതിനു വേണ്ടി. അതിന് എന്റെ ഫാമിലിയും എല്ലാം ഫുൾ, ഈവൻ എന്റെ മോൻ പോലും സപ്പോർട്ടായിരുന്നു. എനിക്കൊരു 3 വയസ്സായ കുട്ടിയുണ്ട്, ആളും സപ്പോർട്ടായിരുന്നു, ഒത്തിരി ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ. അങ്ങനെ അതായത് വേറെ ഒരു സോഴ്സും ഞാൻ എടുത്തിട്ടില്ല. കാരണം വേറെ സോഴ്സ് എടുക്കാനുള്ള ഒരു സമയം ഇല്ല, ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായില്ല. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മളൊരു ക്യാപ്സ്യൂൾ പോലെ കഴിക്കുന്ന പോലെ എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ റീകോൾസ്, പിന്നെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ്, മാഡം സാർ ഇത്രയൊക്കെ പറയുമ്പോ ഇത്രയൊക്കെ പേര് പാസ്സായിപ്പോ വെറുതെ ആവില്ലല്ലോ എന്തായാലും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഫോക്കസ് ചെയ്ത് പോവാം. അപ്പോ പിന്നെ ലാസ്റ്റ് ദിവസം വരെ നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ബാച്ച് എക്സാമിന് പോകുന്നതിന്റെ തലേ ദിവസം വരെ ക്ലാസ്സസ് ഉണ്ട്. ലാസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 2 hours വീതം ഉണ്ടായിരുന്നു. അത് അറൌണ്ട് ഒരു 8 hours ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് ഫുൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിന് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട്. ആരതി എലൈറ്റ് എക്സ്പെർട്ടൈസിനെ എത്രത്തോളം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ക്യാപ്സ് എക്സ്പീരിയൻസിന്? ഓഫ് കോഴ്സ്, നിങ്ങൾക്ക് ക്യാപ്സ് ആണ് നിങ്ങളുടെ എയിമെങ്കിൽ നിങ്ങളുടെ എലൈറ്റ് മീൻസ് ഒരു സപ്പോർട്ട് വേണം. സെൽഫ് അല്ല നോക്കുന്നെങ്കിൽ എലൈറ്റ് അഫോർഡബിൾ ആണ്. ടൈമും എല്ലാം നമുക്ക് എല്ലാം ഫീസിബിൾ ആണ്. കുറച്ച് അധികം നാളൊന്നും ഇരുന്ന് നമ്മൾ ക്യാപ്സ് പഠിച്ച് മുഷിയേണ്ട കാര്യമൊന്നുമില്ല. 3 monthsനുള്ളിൽ ക്ലിയർ കാര്യം. ബട്ട് നമുക്ക് ഫോക്കസ് ഉണ്ടായിരിക്കണം. ആ ടീം വർക്കിൽ നമുക്കൊരു ബിലീഫ് വേണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാക്കാനും. ഹരിത മാമും ആരിഫ് സാറും ഞാൻ ഇതുവരെ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷെ മീൻസ് ലൈക്ക് എ സീനിയർ എപ്പോഴും എന്താ പറയാ, അവര് നമ്മുടെ കൂടെ ഉള്ള പോലെ ഒരു, കാരണം നമുക്ക് വരുന്ന എല്ലാ ഡൗട്ട്സും ഗ്രൂപ്പിൽ ചോദിച്ചാലും നമുക്ക് അപ്പൊ തന്നെ ആൻസർ വരിക. പിന്നെ സാറിന്റെ ക്ലാസ്സും ഹരിത മാമിന്റെ ക്ലാസ്സും വളരെ, ഈവൻ ഞാനൊരു ലെക്ചർ ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ പറയാ, ഹാരിക മാം ജസ്റ്റ് കാഷ്വൽ ടോക്ക് പോലെ തോന്നും എനിക്ക് ക്ലാസ്സസ്. പക്ഷെ അതെല്ലാം ക്ലാസ് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. ആരിഫ് സാറിന്റെ ക്ലാസ് വേറൊരു വെറൈറ്റി സ്റ്റൈലാണ്. ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് അറ്റ് ടൈം കാര്യം പറയും. പക്ഷെ അതും ഫീഡ് ചെയ്ത പോലെ മീൻസ് മറന്നു പോകത്തില്ല ഒരിക്കലും. അത്രയ്ക്ക് കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നത്.
ഞാൻ ആദ്യം മറന്നു പോകുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എനിക്ക് മോക്ക് ചെയ്യുമ്പോ അത് മനസ്സിലായി നമ്മളത് മറന്നിട്ടില്ല എന്നുള്ളത്. ക്ലാസ് ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ മീൻസ് ഹാൻഡ് ഔട്ട്സ് സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഹാൻഡ് ഔട്ട്സ് നോക്കിയിട്ടില്ല, കാരണം ലെക്ചേഴ്സ് നോക്കി ഞാനായിട്ട് നോട്ട് ചെയ്യുക. അപ്പൊ ലെക്ചേഴ്സ് ഒരു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുകയല്ല, കാരണം ഞാൻ ലൈവ് അല്ലാത്തത് കൊണ്ട് ഞാൻ ടൈം എടുത്താണ്. ഇപ്പൊ 2 അവറിന്റെ ഒരു ലെക്ചർ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിന് 3 അവറോ 3.5 അവർ വരെ എടുക്കും. കാരണം അങ്ങനെയാണ് ഞാൻ സ്ലോ ആയിട്ട് കണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. പക്ഷെ ടോട്ടലി പറയുകയാണെങ്കിൽ നന്നായി ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ സിസ്റ്റം, ഹാരിക മാമും സാറും ഉൾപ്പെടുന്ന ആ ഒരു ടീമിനെ നമ്മളൊരു ബിലീവ് ചെയ്യുക. പിന്നെ ഗോഡ്സ് ഗ്രേസ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയും എഴുതാൻ പോകുന്നവരോട്? എഴുതാന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ അറ്റ് ഫസ്റ്റ് ഡേ തന്നെ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യുക. എക്സാം ഡേറ്റ് ബുക്ക് ചെയ്താൽ നമുക്ക് നല്ല ഒരു ചൂട് വരും എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ ലാസ്റ്റ് ഒരാഴ്ചയല്ല, ഒരു 2 ആഴ്ച നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ലീവ് എടുക്കുക. കാരണം ലാസ്റ്റ് 2 ആഴ്ച എക്സ്പെർട്ടൈസിന്റെ ആ ഒരു റിവിഷൻ ക്ലാസ് എന്താ വെച്ചാൽ അത് എത്രത്തോളം ഉപകാരമായിരുന്നെന്ന് എല്ലാവർക്കും കഴിഞ്ഞിറങ്ങിയ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ലാസ്റ്റത്തെ 2 ആഴ്ച ഒരിക്കലും മിസ് ചെയ്യരുത്. ലാസ്റ്റ് 2 ആഴ്ച നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിവൈസ് ചെയ്യാം. സാൻഡേ മാമിന്റെ റിവിഷൻ ക്ലാസ് തന്നെങ്കിലും ഫോക്കസ് ചെയ്താൽ മതി. കാരണം അത് മാത്രം ഫോക്കസ് ചെയ്ത് അത്യാവശ്യം കാരണം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സും സാർ മാമും കവർ ചെയ്യുന്നുണ്ട്. അത് റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അത് മെമ്മറി കയറും. അപ്പൊ ഇത്രയേ ഉള്ളൂ. 3 മാസത്തെ കോഴ്സിന് അല്ലെങ്കിൽ 3 മാസത്തെ ഒരു കോച്ചിങ് ചെയ്താൽ മതിയാവും. ആ 3 മാസത്തെ കോച്ചിങ് നമ്മുടെ ഫുൾ എഫേർട്ട് ഇടണം. അതുപോലെ സാറിന്റെയും മാമിന്റെയും ക്ലാസ് നന്നായി ഫോളോ ചെയ്യുക, മോക്സ് നന്നായി ചെയ്യുക. ലാസ്റ്റ് 2 ആഴ്ച ലീവ് എടുക്കുക. ലാസ്റ്റ് 2 ആഴ്ചത്തെ റിവിഷൻ ക്ലാസ് ഒന്നും മിസ് ചെയ്യരുത്. ഒരു പ്രാവശ്യം കാണാൻ പറ്റുള്ളെങ്കിൽ ഒരു പ്രാവശ്യം, പറ്റിയ കൂടുതൽ ടൈം നമുക്ക് ചെയ്യാം. ദെൻ കാൽക്കുലേഷൻസ്, അത് എനിക്ക് ടെൻഷൻ ആയിരുന്നു. കാരണം കാൽക്കുലേഷൻസിൽ ഞാൻ കുറച്ച് പുറകിലാണ്. ഞാൻ കാൽക്കുലേഷൻസ് റിപ്പീറ്റ് ചെയ്ത് അധികം ചെയ്തിട്ടില്ല. മാമിന്റെ ക്ലാസ്സിനൊപ്പം തന്നെ ചെയ്തു പോയത്. പിന്നെ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി. കുറച്ച് ചുറ്റിക്കുന്ന കാൽക്കുലേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം ഒരു പാറ്റേൺ ആയിരുന്നു. അപ്പൊ കാൽക്കുലേഷൻസ് പറ്റുമെങ്കിൽ 2-3 തവണ ചെയ്ത് അതിന്റെ മോക്ക് തന്നെ ചെയ്ത് നോക്കുക. ഇത്രയൊക്കെയുള്ളൂ. അപ്പോ നന്നായിട്ട് പറഞ്ഞു. എല്ലാം കവർ ചെയ്തു. എനിക്കൊന്നും ചോദിക്കേണ്ട വന്നില്ല ശരിക്കും. അപ്പം ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ആരതിയുടെ PSC ഒക്കെ വരട്ടെ, EOA ഒക്കെ സബ്മിറ്റ് ചെയ്യട്ടെ, PT ഒക്കെ എഴുതി നല്ല സ്കോറൊക്കെ വാങ്ങിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അതെ, അപ്പൊ താങ്ക് യു. താങ്ക് യു.